10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള രണ്ടാം കൃതി സമവാക്യങ്ങൾ എന്ന പാഠഭാഗമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ നിങ്ങൾ ഓൺലൈനിൽ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ രണ്ടാം കൃതി സമവാക്യം പൊതുവായിട്ട് പറയുമ്പോൾ അതിന് രണ്ട് വിലകളുണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഒന്നാം കൃതിയിലുള്ള സമവാക്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഉദാഹരണമായിട്ട് x+2 = 3 അല്ലേ, എക്സിന് 1 എന്നുള്ള ഒരൊറ്റ വില മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റ് സമവാക്യങ്ങൾ x വരുന്ന അല്ലെങ്കിൽ y വരുന്ന സമവാക്യങ്ങൾക്കൊക്കെ ഒറ്റ വില മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ അതിന് വ്യത്യസ്തമായിട്ട് രണ്ട് വിലകളുള്ളൊരു സമവാക്യമാണ് രണ്ടാം കൃതി സമവാക്യം, അതായത് x² വരുന്ന സമവാക്യമാണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ തന്നെ രണ്ട് വിലകളിൽ ഒരു വില മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം പോസിറ്റീവ് വിലകൾ മാത്രം വരുന്ന ഉത്തരങ്ങളുള്ള ചോദ്യങ്ങളാണ് പാഠത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ക്ലാസ് മുതൽ രണ്ട് ഉത്തരങ്ങൾ എന്നുള്ള രൂപത്തിലൂടെയാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഉത്തരങ്ങൾ എന്നുള്ള കാര്യം ഒന്ന് വിശദമാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, 10ാം ക്ലാസ് കഴിഞ്ഞാലും വളരെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് രണ്ടാം കൃതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രണ്ടാം കൃതി സമവാക്യത്തിൽ എക്സിന് രണ്ട് വിലകളുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചെറിയ ചോദ്യത്തിലൂടെ ഒന്ന് പോയി നോക്കാം. ചോദ്യം ഇതാണ്: ഒരു സംഖ്യയുടെ വർഗ്ഗം 49 ആയാൽ സംഖ്യ ഏത്? ദ സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 49. വാട്ട് ഈസ് ദി നമ്പർ? നമ്മൾ ആൻസർ വളരെ സിമ്പിളാണ് അല്ലേ. നമുക്കറിയാം 7ൻ്റെ സ്ക്വയറാണ് 49, അപ്പോൾ സംഖ്യ 7 എന്ന്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, 7ൻ്റെ മാത്രം സ്ക്വയറല്ല 49 അല്ലേ. പിന്നെ ഏത് സംഖ്യ കൂടി ഉണ്ട്? -7ൻ്റെ സ്ക്വയർ കൂടി ആണ് 49 അല്ലേ. -7 × -7 അതും തന്നെ 49 അപ്പോൾ ഒരു സംഖ്യയുടെ വർഗ്ഗം 49 എങ്കിൽ സംഖ്യ എന്ന് ചോദിച്ചാൽ രണ്ട് ഉത്തരങ്ങളവിടെ വരുന്നുണ്ട്, 7ഉം പിന്നെ -7ഉം. 7² 49 -7² തന്നെ 49. നെഗറ്റീവ് സംഖ്യയുടെ വർഗ്ഗവും പോസിറ്റീവാണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതിനൊരു സമവാക്യമാക്കിയിട്ടൊന്ന് തുടങ്ങി നോക്കാം അല്ലേ. ഒരു സിമ്പിളായിട്ടുള്ള കാര്യം. ഇത് സമവാക്യമൊന്നും വേണ്ട കണ്ടുപിടിക്കാൻ, എന്നാലും നമുക്കിതിനൊന്ന് സമവാക്യമാക്കിയതിന് ശേഷം ഒന്ന് വില കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറിയാത്ത കാര്യം, ഇവിടെ സംഖ്യയാണ്. അപ്പോൾ സംഖ്യക്ക് നമ്പറിന് നമ്മൾ x എന്നുള്ള വില കൊടുത്തു. അപ്പോൾ സംഖ്യയുടെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ x² അല്ലേ. അപ്പോൾ നമ്മുടെ സമവാക്യം എന്താവും? x² = 49 എന്നാവും. അപ്പോൾ ഇങ്ങനെ സ്ക്വയറിലുള്ളൊരു സമവാക്യം x² എന്ന രൂപത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ വില കാണാൻ അപ്പുറത്തുള്ളതിൻ്റെ റൂട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് രണ്ടാം കൃതി സമവാക്യത്തിനും എക്സിൻ്റെ വില കാണുമ്പോൾ രണ്ട് ഉത്തരങ്ങളുണ്ടായിരിക്കും. ഒന്ന് പ്ലസ് വിലയും മറ്റൊന്ന് മൈനസ് വിലയും. നമ്മൾ ഇതുവരെ അതൊന്നും പരിഗണിക്കാത്തത് പ്ലസ് വില മാത്രമുള്ള ചോദ്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. പക്ഷേ ഏത് ചോദ്യത്തിനും നമ്മൾ ഈ രൂപത്തിൽ തന്നെ ആയിരിക്കണം ഇനിയുള്ളത് മുമ്പത്തെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് x +or−√49 എന്നുള്ളത്. അതുപോലെ പ്ലസ് ഓർ മൈനസ് നമ്മളത് വായിക്കുന്നത് പ്ലസ് വില അല്ലെങ്കിൽ മൈനസ് വില. √49ൻ്റെ പ്ലസ് വിലയും മൈനസ് വിലയും എന്നു പറഞ്ഞാൽ √49ൻ്റെ വില നമുക്കറിയാം 7. അപ്പോൾ അതുകൊണ്ട് സംഖ്യ എന്ന് പറയുന്നത് +7 അല്ലെങ്കിൽ ഏതാണ്? -7. അപ്പോൾ 7 അല്ലെങ്കിൽ -7 നമ്മുടെ സംഖ്യ. നമുക്കറിയാവുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് +or- എന്നുള്ള ഒരു ചിഹ്നം റൂട്ടിന് മുമ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഉത്തരത്തിന് രണ്ട് വിലകൾ എഴുതിയിരിക്കണം. വേറെ നോക്കാം. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിൻ്റെ വർഗ്ഗം 49 ആയാൽ സംഖ്യ ഏത്? If 3 added to a number and squared we get 14, which is the number? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സമവാക്യമാക്കി ഇക്വേഷനാക്കി മാറ്റി നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്പർ സംഖ്യ x എന്നെടുത്തു. അടുത്ത സ്റ്റെപ്പ് സംഖ്യയോട് 3 കൂട്ടിയാൽ എന്നാണ്. If 3 added to a number then x + 3 നമുക്കറിയാം. then question is x + 3 whole square is equal to 49. x + 3 whole square = 49 എന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട എന്താണ്? ഈ ഹോൾ സ്ക്വയർ ഒഴിവാക്കാൻ അപ്പുറത്ത് +or- റൂട്ട് എടുക്കുക. അതാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം.
സ്ക്വയർ ഇവിടെ ഒഴിവാക്കുമ്പോൾ അപ്പുറത്ത് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ആ സംഖ്യ നോക്കുക. എന്താണ് എക്സ് പ്ലസ് ത്രീയുടെ സ്ക്വയർ ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ ഒഴിവാക്കിയാൽ എക്സ് പ്ലസ് ത്രീ. അപ്പോൾ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49. അപ്പോൾ നമ്മൾ നേരത്തെ നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് 7 ഇത് എക്സിൻ്റെ വിലയല്ല, എന്താണ് എക്സ് പ്ലസ് ത്രീയുടെ വിലയാണ്. അപ്പോൾ എക്സ് പ്ലസ് ത്രീക്ക് 2 വിലകളുണ്ട്, ഒന്ന് 7 മറ്റൊന്ന് -7. ഓക്കെ അല്ലേ? നേരത്തെ എക്സിന് 2 വിലകൾ നമ്മൾ പറഞ്ഞ്, അപ്പോൾ സംഖ്യ നേരിട്ട് എഴുതാമായിരുന്നു. ഇവിടെ എക്സ് പ്ലസ് ത്രീക്കാണ് 2 വിലകൾ, +7 -7. നമ്മളതിൽ ആദ്യത്തെ കേസ് എടുത്ത് നോക്കുക. എക്സ് പ്ലസ് ത്രീ 7 ആയാൽ ഇഫ് എക്സ് പ്ലസ് ത്രീ ഈസ് ഈക്വൽ ടു 7. അപ്പോൾ അതൊരു സിമ്പിൾ ഇക്വേഷനാണ് അല്ലേ, സമവാക്യമാണ്. അപ്പോൾ ഇന്ന് എക്സ് സമം നമുക്ക് എന്ത് എഴുതാം, +3 അങ്ങോട്ട് മാറുമ്പോൾ എക്സ് സമം 7 - 3 4 എന്ന് കിട്ടും അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു 7 - 3 ഈസ് ഈക്വൽ ടു 4. ഇനി ഇതിൽ തന്നെ എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു -7 അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ +7 അല്ലെങ്കിൽ -7 ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് +7 എക്സ് പ്ലസ് ത്രീ സമം 7 7 നിർത്തൂ. അപ്പോൾ എക്സ് സമം 7 - 3 4 എന്ന് കിട്ടി. ഇനി എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു -7. അപ്പോൾ ഇഫ് എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു -7 then what is the value, x is equal to -7 +3 അങ്ങോട്ട് മാറുമ്പോൾ -3 -7 -3 is equal to -10. നേരത്തെ ക്വസ്റ്റ്യൻ കുറച്ച് വ്യത്യാസം. നേരത്തെ എക്സിന് 2 വരെ പ്ലസ് ഓർ -7, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു +7 എക്സ് ഇസ് ഈക്വൽ ടു -7 എഴുതി. പക്ഷേ ഇവിടെ എക്സിൻ്റെ വാല്യൂ അല്ല, എക്സ് പ്ലസ് ത്രീയുടെ വാല്യൂ ആണ് +7. അപ്പോൾ എക്സ് പ്ലസ് ത്രീയുടെ വാല്യൂ +7 ആണെങ്കിൽ എക്സ് 7 - 3 4. പിന്നെ എക്സ് പ്ലസ് ത്രീയുടെ വാല്യൂ ആണ് -7, അപ്പോൾ എക്സ് -7 -3 -10 എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നമ്പേഴ്സ് ഇതൊക്കെയാണ് 4ഉം -10ഉമാണ്, 4ഉം -10ഉമാണ്. ശരിയല്ലേ? നോക്കുക, 4ലൂടെ 3 കൂട്ടി എത്ര 7 ആയി. 7ൻ്റെ സ്ക്വയർ 49. ഇനി -10ലൂടെ 3 കൂട്ടി അപ്പോൾ -7 -7ൻ്റെ സ്ക്വയർ 49 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സംഖ്യയും അതിനോട് 6 കൂട്ടിയതും തമ്മിൽ ഗുണിച്ചപ്പോൾ 216 കിട്ടി. സംഖ്യകളേവ? The product of a number and 6 more than that is 216, which are the numbers? അപ്പോൾ അതിൽ നമുക്ക് സംഖ്യ അല്ലെങ്കിൽ നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനോട് 6 കൂട്ടിയാൽ ഇഫ് 6 ആഡഡ് ടു എ നമ്പർ ഇറ്റ്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 6. ഇനി ഇവ രണ്ടും കൂടി ഗുണിച്ചാൽ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റാണ് 216. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു 216. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 6 ഇസ് ഈക്വൽ ടു 216. അത് ഗുണിച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്നും പ്ലസ് എക്സ് ഇൻറ്റു 6 6x 216 എന്ന് കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഇരുഭാഗത്തും കൂട്ടേണ്ട സംഖ്യ ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗം അല്ല. അപ്പോൾ കൂട്ടേണ്ട സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയറാണ്, അല്ലെങ്കിൽ എക്സിൻ്റെ മുമ്പുള്ള സംഖ്യയുടെ പകുതിയുടെ വർഗ്ഗം. അപ്പോൾ എക്സിന് മുമ്പുള്ള സംഖ്യ ഇവിടെ 6. 6ൻ്റെ പകുതി 3. 3ൻ്റെ സ്ക്വയർ 9. അങ്ങനെയാണ് ഇരുഭാഗത്തും കൂട്ടേണ്ട സംഖ്യ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇരുഭാഗത്തും കൂട്ടേണ്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 6ൻ്റെ പകുതിയുടെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9 കൂട്ടണം. അതാണ് 9 കൂട്ടുന്നു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 സമം 216 പ്ലസ് 9 എന്ന് കിട്ടും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ആയിരിക്കും, കാരണം 3യുടെ സ്ക്വയറാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പുറത്ത് 225 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നേരത്തെ പോലത്തെ ഇക്വേഷനായി സമവാക്യമായി നമുക്ക്. അപ്പോൾ എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 225 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 15 എന്ന് കിട്ടും. അപ്പോൾ ഇനി ഇതിൽ ആദ്യത്തെ വാല്യൂ എടുക്കുകയാണ്, അതായത് എക്സ് പ്ലസ് 3 സമം 15. അപ്പോൾ എക്സ് പ്ലസ് 3 15 ആയാൽ എക്സ് 15 മൈനസ് 3 സമം 12 എന്ന് കിട്ടുന്നു. പിന്നെ അടുത്തത് എക്സ് പ്ലസ് 3 മൈനസ് 15 ആയാൽ എക്സ് സമം മൈനസ് 15 മൈനസ് 3 സമം മൈനസ് 18 എന്നും കിട്ടുന്നു. അപ്പോൾ മൈനസ് 15 ഈ പ്ലസ് 3 അങ്ങോട്ട് പോകും, -3 മൈനസ് 15 മൈനസ് 3 സമം മൈനസ് 18 എന്നും കിട്ടും. ഇനി ഇവിടെ എക്സിന് നമുക്ക് 2 വിലകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ, ഒന്ന് 12ഉം ഒന്ന് -18. സംഖ്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എക്സ്, അതുകൊണ്ട് ഈ 2 വിലകളും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. സംഖ്യ പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. അപ്പോൾ ഇവിടെ 2 സംഖ്യകൾ നമുക്ക് കണ്ടെത്താൻ അല്ലേ.
സംഖ്യമാരോട് 6 കൂട്ടിയതും. അപ്പോൾ നമുക്കിവിടെ ആദ്യം എക്സിന് 12 എന്നുള്ള വില എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് 12 എന്നുള്ള വില എടുക്കുകയാണെങ്കിൽ സംഖ്യകൾ 12ഉം 12 കൂടെ 6 കൂട്ടിയാൽ 18ഉം ആകാം അല്ലേ, 12ഉം 18ഉം ആകാം. ഇനി എക്സിന് നമ്മൾ -18 എന്നുള്ള വില എടുക്കുകയാണ്. അപ്പോൾ -18 ആയിക്കഴിഞ്ഞാൽ ഏതൊക്കെയാവും? -18 + 6ഉം അല്ലേ, പിന്നെ -18ഉം. അപ്പോൾ എത്രയായി? -18, -12 എന്നായി. ഈ രണ്ട് പേഴ്സ് ജോഡികൾ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്നത് 216 തന്നെയാണ്. 12 × 18ഉം -18 × -12ഉം തന്നെയാണ്. -18 × -12 നമുക്ക് 216 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചതുരത്തെ നീളം വീതിയേക്കാൾ 4 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതിൻ്റെ പരപ്പളവ് 192 സെൻറ്റിമീറ്റർ ആയാൽ നീളവും വീതിയും കാണുക. ലെങ്ത് ഓഫ് എ rectangle is 4 cm more than its breadth. Its area is 192 square centimeters. Find its length and breadth. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് എക്സ്, വീതി എക്സ് ആയിട്ടും നീളം ഇതിലൂടെ 4 കൂടുതലെന്നല്ലേ പറഞ്ഞു. അപ്പോൾ എക്സ് + 4 എന്നും എടുക്കാം. ഇനി അതിൻ്റെ പരപ്പളവ് 192ആണ്, ഏരിയ 192ആണ്. അപ്പോൾ എക്സ് × x + 4 = 192 എന്നെഴുതാം. x² + 4x = 192. ഇനി നമുക്കറിയാം രണ്ട് ഭാഗത്തും കൂട്ടേണ്ട സംഖ്യ 4ആണ്. എന്തുകൊണ്ട്? 4ൻ്റെ പകുതി 2ആണ് അല്ലേ. ഈ 4 4ൻ്റെ ഹാഫ് 2 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തും 4 ആഡ് ചെയ്തു. 4 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 192 + 4 196 എന്ന് കിട്ടും. ഇത് x + 2 ഹോൾ സ്ക്വയർ എന്ന് പറയും, കാരണം 2ൻ്റെ സ്ക്വയറാണ് ഇവിടെ ആഡ് ചെയ്തത്. ദെൻ x + 2 = ±√196 ± 14 എന്ന് എഴുതാൻ പറ്റും. നേരത്തെ പറഞ്ഞതേ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി x + 2 14 ആയാൽ ഇതാണ് x 14 - 2 12 ആണ്. പിന്നെ x + 2 -14 ആണെങ്കിൽ x = -14 - 2 -16 ആണ്. ഇനി ഇവിടെ നമ്മൾ പറയുന്ന കാര്യം, എക്സിന് ഇപ്പോൾ 2 വാല്യൂസ് കിട്ടി അല്ലേ. ആ 2 വാല്യൂവിൽ നെഗറ്റീവ് വാല്യൂ എക്സിന് എടുക്കാൻ കഴിയില്ല. കാരണം നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത് ചതുരത്തിൻ്റെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഓഫ് എ റെക്റ്റാങ്കിളാണ്. ബ്രെഡ്ത്ത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ ആകില്ല. അപ്പോൾ അതുകൊണ്ട് എക്സിൻ്റെ ഈ നെഗറ്റീവ് വാല്യൂ നമ്മൾ ഒഴിവാക്കുകയാണ്. അപ്പോൾ എക്സിൻ്റെ പോസിറ്റീവ് വാല്യൂ ആയിട്ടുള്ള 12 മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ നമ്മൾ 2 വാല്യൂ എടുത്തിരുന്നു, കാരണം അത് നമ്പർ എന്നാണ് പറഞ്ഞത്, നമ്പർ ഏതും ആകാം. പക്ഷേ ഇവിടെ എക്സ് നമ്മൾ എടുത്തിട്ടുള്ളത് ചതുരത്തിൻ്റെ വീതിയാണ് അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ബ്രെഡ്ത്താണ്. അപ്പോൾ അതുകൊണ്ട് അത് നെഗറ്റീവായിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ വീതി 12 എന്നും നീളം 12 + 4 16 എന്നും കിട്ടും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ചില കേസുകളിൽ എന്താണ് 2 വാല്യൂസും എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ആദ്യം പറഞ്ഞ കേസുകളിലൊക്കെ തന്നെ 2 വാല്യൂസും നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ. പക്ഷേ ഈ ചോദ്യത്തിൽ 2 വാല്യൂ എടുത്തില്ല. അതിൻ്റെ കാരണം അതാണ്, എക്സിന് 2 ആൻസർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിക്കണം ഏതാണ് എടുക്കേണ്ടത്. അത് നമ്മൾ എക്സ് എന്താണോ എടുത്തത് അതിനനുസരിച്ചാണ്. ഇപ്പോൾ എക്സ് വീതിയായിട്ടോ ചതുരത്തിൻ്റെ വീതിയായിട്ട് എടുത്തെങ്കിൽ വീതി ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അതുപോലെ സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ എണ്ണം n ആണെങ്കിൽ അത് നെഗറ്റീവ് ആകില്ല. അങ്ങനെ ചില കേസുകളൊക്കെ തന്നെ നമ്മൾ നെഗറ്റീവ് ഉള്ളത് ഒഴിവാക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, രണ്ടാംഗതി സമവാക്യത്തിന് 2 ഉത്തരങ്ങൾ എക്സിന് നിർബന്ധമായിട്ടുണ്ട്. അതിൽ ചില കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യും, നെഗറ്റീവ് വാല്യൂ ഒഴിവാക്കും, ഒരു വാല്യൂ മാത്രം എടുക്കും. ചില കേസുകളിൽ നമ്മൾ 2 വാല്യൂസ് എടുക്കും. അപ്പോൾ ആ കാര്യം നമ്മൾ എക്സിൻ്റെ വാല്യൂ ഉത്തരം കിട്ടിയതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിലെ കുറച്ചുകൂടി ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് ഒന്ന് പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ ആ സ്റ്റെപ്പിലൂടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും.